ഹലോ ഗൈസ്, വെൽക്കം ടു നിക്കീസ് ടോക്കീസ്. കുറച്ച് ബിഗ് ബോസ് വിശേഷങ്ങളായാലോ. ബിഗ് ബോസിൻ്റെ ഈ സീസണിൽ 50 ദിവസം പിന്നിട്ടിട്ടും വീട് നിറച്ച ആൾക്കാർ. ഗെയിം ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 തരം ഗെയിമാണുള്ളത്. ഒന്ന് പ്രേക്ഷകരുടെ ഗെയിം, ഒന്ന് സീസൺ 5 അഖിൽ മാരാർ കൊണ്ടിട്ട വിവാദം, 3 ഹൗസിനുള്ളിൽ കണ്ടസ്റ്റൻസ് വിചാരിക്കുന്ന ഒരു തരം ഗെയിം. ഇതിങ്ങനെ ഫുൾ നെഗറ്റീവായൊരു ഈ സീസണാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇൻഡിവിജ്വലായി കളിച്ച് എങ്ങനെ സർവൈവ് ചെയ്യാമെന്നാണ് ഈ ഗെയിം. പക്ഷേ പവർ റൂം കൺസെപ്റ്റും ടീം കൺസെപ്റ്റും കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അടിമുടി മാറ്റമാണുള്ളത്. സേഫായിട്ട് കയറിയിരിക്കുന്നവരെല്ലാം പവർ റൂമിൽ കയറിയിരിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ ടീമായിട്ട് ഒരു ഗെയിമും ഇല്ലാതെ ചുമ്മാ നടക്കുന്നു. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും ഗെയിമിനെ വളരെ നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കുന്നത്. ഈ സീസൺ എടുത്ത് നോക്കിയാൽ എവിക്റ്റ് ആയിട്ട് പോയവരെല്ലാം നന്നായിട്ട് ഗെയിം കളിക്കുന്നവരായിരുന്നില്ലേ? സേഫ് ഗെയിം കളിച്ച് നിൽക്കുന്നവരെല്ലാം വെറുതെ പവർ റൂമിൽ കയറി രക്ഷപ്പെടുന്നു. എല്ലാവരും പവർ റൂമിലേക്ക് കയറുന്നത് എവിക്ഷൻ ഫ്രീ ആകാൻ മാത്രമാണ്. ഇത് ഹൗസിലുള്ളവരുടെ ഗെയിമിനെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. ഓരോ ആഴ്ച ബിഗ് ബോസ് ഗെയിം മാറ്റിയാലും അതൊന്നും കണ്ടസ്റ്റൻസിന് തലയിലോട്ട് കയറുന്നില്ല. പ്രേക്ഷകരുമായിട്ട് ആർക്കും ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷെ വാ തുറന്ന് ഗെയിമിലോട്ട് ഇറങ്ങുന്നവരൊക്കെ നെക്സ്റ്റ് വീക്ക് ഔട്ടാവുന്നു. ഇതാണിപ്പോൾ ഹൗസിന്റെ സ്ഥിതി. ആ പവർ റൂം കൺസെപ്റ്റ് തന്നെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പലരെയും പിടിച്ച് നമുക്ക് നോമിനേഷനിൽ ഇടാൻ പറ്റും. ഇപ്പോൾ ശ്രീരേഖ, ശരണ്യ ഒക്കെ മുഴുവൻ വെറുപ്പിക്കലാണ് പവർ റൂമിൽ ഇരുന്നത്. അൻസിബ ഇന്ന് ഔട്ടാകും, നാളെ ഔട്ടാകും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു. ഋഷിക്ക് അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ട്. നോറ, ജിൻഡോ ഇവരൊക്കെ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നവരാണ്. അർജുൻ, ശ്രീതു ഇവർ ക്യൂട്ട്നസ് വാരി വിതറി ലവ് ട്രാക്കിലൂടെ പോകാൻ വേണ്ടിയാണ് നോക്കുന്നതെന്ന് തോന്നുന്നു. സിജോയുടെ വർത്താനം മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നുമില്ല. കാട്ടുതീയായിട്ട് വന്ന് വെറുതെ തീക്കൊള്ളി പോലും ആകാൻ പറ്റുന്നില്ല. റസ്മിൻ പിന്നെ ആർക്കോ വേണ്ടി നിൽക്കുന്നു. എല്ലാ ആഴ്ച ലാലേട്ട വരുമ്പോൾ നിർത്തുമോ എന്ന് ചോദിച്ച് കാല് പിടിച്ച് അവിടെ നിൽക്കുന്നു. റസ്മിനെ പ്രേക്ഷകർക്ക് നല്ല വെറുപ്പീരായിട്ടുണ്ട്. ജാസ്മിൻ, ഗബ്രി ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ഇവർ രണ്ടും നെഗറ്റീവ് ആണെങ്കിലും ഒറ്റ കോംബോയിൽ തന്നെ നിൽക്കാനാണ് ഇവരുടെ പ്ലാൻ. അഭിഷേക് ഒരു ടാർഗറ്റുമായിട്ട് വന്നിരുന്നു, ആ ടാർഗറ്റ് ഔട്ടായിപ്പോയി. ഇനി അഭിഷേകിന് പ്രത്യേകിച്ച് ടാർഗറ്റ് ഒന്നുമില്ല, വീട്ടുപണിയും ചെയ്ത് അച്ചാറും ഉണ്ടാക്കി അവിടെ നിൽക്കുന്നു. സായി പിന്നെ പറഞ്ഞ പോലെ തന്നെ അരി വാങ്ങിക്കാൻ തന്നെ വന്നതാണ്, പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല. ഇനിയിപ്പം നടുവേദനയൊക്കെ ആയിട്ട് വന്ന് ഔട്ടായി പോകുമോ അതോ ഗെയിമിൽ തുടരുമോ എന്ന് നമുക്ക് കാണാം. നന്ദന മടുപ്പീര് തന്നെയായിരുന്നു, പക്ഷേ ഗെയിമിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇന്നലെ പവർ റൂമിൽ കിടന്ന് ശ്രീരേഖയായിട്ട് അടി ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. ഈ ആഴ്ചത്തെ എവിക്ഷനിൽ തന്നെ അവർക്ക് മനസ്സിലാകണം, കണ്ടസ്റ്റൻസ് വിചാരിച്ചിരിക്കുന്നതല്ല ഗെയിം മാറ്റി പിടിക്കേണ്ടിയിരിക്കുന്നു. ബിഗ് ബോസ് പറയുന്ന പോലെ മാറ്റി തന്നെ പിടിച്ചാലേ ഗെയിം ആകത്തുള്ളൂ എന്ന് അവർ വിചാരിച്ചെങ്കിലേ ഗെയിം മാറത്തുള്ളൂ. സിബിനൊക്കെ വന്ന വീക്ക് എന്ത് നല്ല വീക്കായിരുന്നു. നമുക്ക് ഗെയിംസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, ലൈവൊക്കെ കാണാൻ ഒരു മടുപ്പുമില്ലായിരുന്നു, നല്ല രസമായിരുന്നു. ഇനി അങ്ങോട്ട് ആ വീക്ക് തന്നെ ആകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പം ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.